മാലിദ്വീപിലെ പാർലമെൻറ്റിൽ ഇന്നലെ അടിയും ചവിട്ടും നടന്നു. മാലദ്വീപിലെ പുതിയ പ്രസിഡൻറ്റ് മുഹമ്മദ് മൂയിസ്, അദ്ദേഹം ചൈന പക്ഷക്കാരനാണ്. അദ്ദേഹം ഏകദേശം 1-2 മാസം ആയുള്ളൂ അധികാരത്തിൽ വന്നിട്ടുള്ളൂ. ഇന്ത്യ വിരുദ്ധനാണ്. കഴിഞ്ഞ ഗവൺമെൻറ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ നല്ലൊരു ഗവൺമെൻറ്റായിരുന്നു. ഇന്ത്യയുടെ എല്ലാ സഹായങ്ങളും അവർക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അയാൾ വോട്ട് പിടിച്ചത് തന്നെ ഇന്ത്യ വിരുദ്ധനായി ഇന്ത്യയുടെ സഹായങ്ങൾ മുഴുവൻ ഒഴിവാക്കും എന്ന് പറഞ്ഞ് തന്നെ എന്തായാലും കഷ്ടിച്ച് മാലിദ്വീപിൻ്റെ പ്രസിഡൻ്റായി മുഹമ്മദ് മൂയിസ് അധികാരമേറ്റ ഉടനെ സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഏകദേശം തെക്ക് അറ്റത്ത് കിടക്കുന്ന ഈ ദ്വീപ് അത് ഇന്ത്യയിൽ സാധാരണ സന്ദർശനം നടത്തും. ഇന്ത്യയുടെ വളരെയധികം സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. 600ഓളം ഐലൻഡുകളുള്ള ഒരു രാജ്യമാണ്. ഏകദേശം 5,15,000 പേരെ അവിടെ മൊത്തമായിട്ടുള്ളൂ. അത് മാലദ്വീപിൻ്റെ തലസ്ഥാനത്ത് മാലയിലാണ് 2.5 ലക്ഷം ആൾക്കാരും താമസിക്കുന്നത്. പല ഐലൻഡുകളിലും അവിടെ ജനവാസമില്ല. ചെറിയ ഐലൻഡ് മിക്കവാറും കടലിൽ മുങ്ങിപ്പോവും. 1950 ഈ ഐലൻഡ് മുഴുവൻ മുങ്ങിത്തീരും എന്നാണ് ചില കാലാവസ്ഥ എക്സ്പെർട്ടിൻ്റെ നിരീക്ഷണങ്ങൾ. ഒരു 25 വർഷം കഴിഞ്ഞാൽ മാലിദ്വീപേ കാണില്ല. അവരേതെങ്കിലും രാജ്യങ്ങളെ അഭയം പ്രാപിച്ചേ പറ്റൂ. ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ധാരാളം മാലികൾ വന്ന് സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. അവർക്ക് ചികിത്സകൾ അങ്ങനെയുള്ള സൗകര്യം ലഭിക്കണമെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ വരണം. എന്നാൽ ഈ പുതിയ മാലിദ്വീപിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം അധികാരമേറ്റ ഉടനെ ചൈനയോട് അംഗീകാരമുള്ള ചൈനയോട് ഒപ്പം നിൽക്കുന്ന ചില രാഷ്ട്രങ്ങളിൽ അദ്ദേഹം വിസിറ്റ് നടത്തി. ഇന്ത്യക്കെതിരായി അവിടുത്തെ 3 മന്ത്രിമാർ, പുതിയ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ ഇന്ത്യക്കെതിരായിട്ട് ഓപ്പണായിട്ട് പ്രസംഗിച്ചു. നമ്മുടെ പ്രൈം മിനിസ്റ്റർക്കെതിരായിട്ട് വരെ പറഞ്ഞു. അത് വലിയ ശക്തമായ പ്രതിഷേധം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ 3 പേരെ ഉടൻ തന്നെ ആ കാര്യങ്ങൾ പന്തിയല്ല എന്ന് തോന്നിയുണ്ടാവും അവരെ 3 പേരെയും പിരിച്ചുവിട്ടു. മൂയിസിൻ്റെ ക്യാബിനറ്റിലുള്ള 3 പേരെയും ഉടൻ പിരിച്ചുവിട്ടു. ഇപ്പോൾ ആ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് പാർലമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇന്നലെ പാർലമെൻറ്റിലെ അംഗീകാരത്തിനായിട്ട് അംഗീകാരത്തിനായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അവിടെ പ്രശ്നമായി. അവിടെ പരസ്പരം അടിയിടിയായി. തറയിൽ കിടന്ന് ചിലരെ ചവിട്ടുന്ന ദൃശ്യം നമ്മൾ കണ്ടു. പാർലമെൻറ്റ് ഒരു MP ഒരു ആംബുലൻസിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അത്ര മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. ഇന്ത്യ അനുകൂലികളായ പ്രതിപക്ഷങ്ങളും അതുപോലെ തന്നെ ഇന്ത്യക്ക് വിരുദ്ധരായ ഇപ്പോഴത്തെ ഭരണപക്ഷവും അവർ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപ് എന്നാണ്. അതിനൊപ്പം മറ്റൊരു കക്ഷിയും കൂടെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് അങ്ങനെ ഭരണപക്ഷത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ അതിന് ശക്തമായ എതിർപ്പ് നടത്തിയിരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി MDP എന്ന ഇന്ത്യൻ അനുകൂല പാർട്ടിയാണ്. ഇന്ത്യയെ ആശ്രയിക്കാതെ മാലിദ്വീപിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മനസ്സിലാക്കാതെയാണ് പുതിയ പ്രസിഡൻറ്റ് ഇന്ത്യക്കെതിരായി ഇതുപോലെയുള്ള ചില നടപടികൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ആ തലസ്ഥാനം അല്ലെങ്കിൽ മാലിയുടെ തലസ്ഥാനം മാലയിലും അവിടെയാണ് അത്രയും ലക്ഷറി ഹോട്ടലുകൾ മുഴുവൻ കിടക്കുന്നത്. അവരുടെ മെയിൻ വരുമാനം മത്സ്യമാണ്. ആ മത്സ്യസമ്പത്ത് ധാരാളമുള്ള ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ അവിടെ ഇന്ത്യയുടെ അവർക്ക് കുടിവെള്ളം, അവർക്ക് ശുദ്ധജലം കിട്ടാൻ കടൽ വെള്ളമേ ഉള്ളൂ. അവിടെ ഏത് ഐലൻഡിലും കുഴിച്ചാലും ഉപ്പുരസം കലർന്ന വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാലദ്വീപുകാർക്ക് വളരെ കോസ്റ്റ്ലിയായി അവർക്ക് കുടിവെള്ളം അല്ലെങ്കിൽ ശുദ്ധജലം വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് ഡീസാലിറ്റൈസേഷൻ പ്ലാന്റ് very കോസ്റ്റ്ലി ആണെങ്കിലും ഇന്ത്യയുടെ സഹായത്തോടെ അങ്ങനെയാണ് അവർ ശുദ്ധജലം അവർ കഴിക്കുന്നത് തന്നെ. അതൊക്കെ മറന്നിട്ടാണ് മാലി അവരെ ഇന്ത്യയെ ആശ്രയിക്കാതെ ചൈനയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും അവരുടെ യുദ്ധക്കപ്പലുകൾ അവിടെ വരുന്നതിനും പോകുന്നതിനും സൗകര്യം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നത്. പക്ഷേ ശക്തമായ എതിർപ്പ് ഇന്ത്യ പ്രകടിപ്പിച്ചിട്ട് അവരൊരു വാർഷിപ്പ് അങ്ങോട്ട് വരുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അത് മടങ്ങിപ്പോയി, വരില്ല എന്ന് നമ്മൾ കണ്ടെത്തി. മീനാണ് ആ ദ്വീപിലെ പ്രധാന ഭക്ഷണവും അല്ലെങ്കിൽ പ്രധാന വരുമാന മാർഗ്ഗം. അതാണ്. അവിടെ മദ്യം ലഭ്യമല്ല. 100% ഇസ്ലാമിക്
നിയമം നിലനിൽക്കുന്ന രാജ്യമാണ്. 100% മുസ്ലിം ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത്. കോമൺ ഭാഷ ഇംഗ്ലീഷാണ്. അറബിക്കും അതുപോലെ ഹിന്ദുസ്ഥാനി ഭാഷകൾ ഹിന്ദി, ഉറുദു, തമിഴ്, ഫ്രഞ്ച്, പോർട്ടുഗീസ് ഇങ്ങനെയുള്ള എല്ലാ ഭാഷകളും അവിടെ സംസാരിക്കുന്നവരുണ്ട്. അതേസമയത്ത് കോമൺ ഭാഷ അവർക്ക് ഇംഗ്ലീഷ് തന്നെയാണ്. മാലേ തലസ്ഥാനത്ത് ലക്ഷറി ഹോട്ടലുകളും ലോകത്തിലെ ഹണിമൂൺ ആഘോഷിക്കുന്നവരെല്ലാവരും മാലിയിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഏകദേശം 820 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ ഡെയിലി മാലിദ്വീപിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റുണ്ട്. അതുപോലെ 820 കിലോമീറ്റർ അകലെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ സൗത്ത് ടു നോർത്ത് 820 കിലോമീറ്റർ, ഈസ്റ്റ് ടു വെസ്റ്റ് 130 കിലോമീറ്ററാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ 600ഓളം ചെറിയ ചെറിയ ഐലൻഡുകളും വലിയ ഐലൻഡും സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് 600 കിലോമീറ്റർ എന്നാൽ ഇവരുടെ ആദ്യത്തെ ഐലൻഡ് നമുക്ക് കാണാം. ഡൽഹിയിലെ ഇങ്ങോട്ടുള്ള ദൂരം ഏകദേശം 3000 കിലോമീറ്ററാണ്, 2861 കിലോമീറ്ററാണ്. ലക്ഷറി റിസോർട്ടുകളുടെ അവിടെ ഒരു കൂമ്പാരമാണ്. ടൂണ മത്സ്യമാണ് ഏറ്റവും കൂടുതൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ടൂണ മത്സ്യം തന്നെയാണ്. ഏതായാലും മാലിയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അത് ഇനി അവിടെ ഒരു സ്വസ്ഥതയുള്ളൊരു ഭരണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല. നയം മാറിയോടുകൂടി ജനങ്ങൾ ഭൂരിപക്ഷം ഇന്ത്യൻ പക്ഷക്കാരാണ്. അവരിപ്പം ഗവൺമെൻറ്റിന് എതിരായിട്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മാലിയുടെ ഭരണം ഏത് രീതിയിലാണ് പോകുന്നതെന്നും വിദേശ ശക്തികൾ ചൈന ഉൾപ്പെടെയുള്ളവർ പലരും മാലിയുടെ അടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ത്യക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഏതായാലും ഇന്ത്യ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. നമ്മുടെ പ്രതിഷേധം അവിടുത്തെ അംബാസഡറെ ഡൽഹിയിലെ അവരെ മാലിദ്വീപിലെ അംബാസഡറിനെ വിളിച്ചു വരുത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ 3 മന്ത്രിമാരെ പിരിച്ചുവിട്ടിരുന്നു. ഏതായാലും ഒരു ശാശ്വതമായ ഒരു മന്ത്രിസഭ അവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് അവരുടെ ഭൂരിപക്ഷം കാര്യങ്ങൾ നടക്കുന്നത്. ഇനി 1950 ശേഷം വെള്ളത്തിൽ മുങ്ങി പകുതിയെങ്കിലും ഐലൻഡുകൾ വെള്ളത്തിൽ മുങ്ങും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലേക്ക് അഭയം പ്രാപിച്ചേ പറ്റുള്ളൂ. അതുപോലെ സിലോൺ അവരെ അത്ര രീതിയിൽ അവരോട് സഹകരിക്കുന്നില്ല. സിലോണും വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇന്ത്യ എന്ന 3ാമത്തെ ലോകത്തിലെ സാമ്പത്തിക ശക്തിയായി നമ്മൾ വളർന്നും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും, അത് ബംഗ്ലാദേശ് ആയാലും ശരി, ബർമ ആയാലും ശരി, നേപ്പാൾ ആയാലും ശരി, ഭൂട്ടാൻ ആയാലും ശരി, പാകിസ്ഥാൻ ആയാലും ശരി, അതേസമയം സിലോൺ ആയാലും മാലദ്വീപ് ആയാലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ചെറു രാഷ്ട്രങ്ങളും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ നമുക്കറിയാം നമ്മുടെ തീരം ഇന്ത്യയിലെ ലക്ഷറി ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടൂറിസ്റ്റ് പ്രവാഹം മാലിദ്വീപിലേക്കുള്ളത് കുറയും. ഇപ്പോൾ അവിടെ ഒരു അസമാധാനമായ ഒരു അന്തരീക്ഷമായതുകൊണ്ട് ലോകത്തിലുള്ള പലരും അവിടെ ഇപ്പം യാത്ര ചെയ്യാൻ മടിക്കുകയാണ്. അവർ ക്രമേണ ഇന്ത്യയുടെ സൗകര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം.